ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. 76ാമത് റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ത്യ ലോകത്തിന്റെ നേതൃനിരയിലേക്ക് ഉയർന്നതായി രാഷ്ട്രപതി. നാളെ 76ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാനൊരുങ്ങി രാജ്യം. കർത്തവ്യപഥിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ മുഖ്യാതിഥിയാകും. 400-ലധികം പ്രത്യേക ക്ഷണിതാക്കൾ. ദേശീയ സമ്മതിദായക ദിനം ആചരിച്ച് രാജ്യം. സമ്മതിദാന അവകാശം ജനാധിപത്യ വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനമെന്ന് രാഷ്ട്രപതി. വയനാട് മാനന്തവാടിയിൽ കടുവയുടെ ആക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം തുടരുന്നു. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം അമേരിക്കയുടെ മാഡിസൺ കീസിന്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ചെന്നൈയിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ ലോകത്തിന്റെ നേതൃനിരയിലേക്ക് ഉയർന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. 76ാമത് റിപ്പബ്ലിക് ദിന തലേന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഭരണഘടനയുടെ 75 വർഷങ്ങൾ യുവ റിപ്പബ്ലിക്കിന്റെ സമഗ്ര പുരോഗതിയാൽ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇന്ന് ആഗോള സാമ്പത്തിക പ്രവണതകളെ സ്വാധീനിക്കാൻ പാകത്തിലുള്ളതായി വളർന്നു. അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ നേതൃസ്ഥാനം ഏറ്റെടുത്തു. ഇതിനെല്ലാം ആധാരമായത് നമ്മുടെ ഭരണഘടനയാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. आज का भारत अंतर्राष्ट्रीय मंच पर नेतृत्व की स्थिति हासिल कर रहा है. संविधान में निर्धारित रूपरेखा के बिना ये व्यापक परिवर्तन संभव नहीं हो सकता था. हाल के वर्षों में आर्थिक विकास की दर लगातार ऊंची रही है, जिससे हमारी युवाओं के लिए रोजगार के अवसर पैदा हुई है. किसानों और मजदूरों के हाथों में अधिक पैसा आया है तथा बड़ी संख्या में लोगों को गरीबी से बाहर निकाला गया है. രാജ്യത്തെ കർഷകരുടെ കഠിനാധ്വാനത്തിലൂടെ നമുക്ക് ഭക്ഷ്യ സ്വയം പര്യാപ്തത്തിലെത്താൻ സാധിച്ചെന്ന് പറഞ്ഞ രാഷ്ട്രപതി വിവിധ മേഖലകളിലെ തൊഴിലാളികളുടെ പരിശ്രമം പകരം വയ്ക്കാനാകാത്തതാണെന്ന് വ്യക്തമാക്കി. രാജ്യം വികസന കുതിപ്പിലാണ്. പാരമ്പര്യവും പൈതൃകവും സംരക്ഷിക്കുന്നതിൽ വലിയ മുന്നേറ്റമാണ് രാജ്യത്ത് നടക്കുന്നത്. മലയാളമടക്കമുള്ള 11 ക്ലാസിക്കൽ ഭാഷകളിലെ ഗവേഷണം ഇതിന്റെ തെളിവാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അക്രമങ്ങൾ തടയുന്നതിന് പുതിയ ക്രിമിനൽ നിയമങ്ങൾ മുൻഗണന നൽകുന്നതായും ശ്രീമതി മുർമു പറഞ്ഞു. ബഹിരാകാശ ഗവേഷണ രംഗത്തെ മികവ് രാജ്യത്തെ അഭിമാനപൂരിതമാക്കിയതായും രാഷ്ട്രപതി പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഗോള ഭീഷണിയെ ചെറുക്കാനുള്ള ശ്രമങ്ങളിൽ നമ്മൾ ഓരോരുത്തരും സംഭാവന നൽകണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നേതൃത്വത്തിൽ നാളെ ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ നടക്കുന്ന വർണ്ണോജ്വലമായ ആഘോഷങ്ങളിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ മുഖ്യാതിഥിയാകും. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യവും സൈനിക ശക്തിയും പ്രകടമാക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ കര, നാവിക, വ്യോമസേനകൾക്കൊപ്പം പോലീസ്, അർദ്ധസൈനിക വിഭാഗം, NCC കേഡറ്റുകൾ തുടങ്ങിയ സംഘങ്ങൾ അണിനിരക്കും. പരേഡിൽ രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിക്കും. രാജ്യത്തിന്റെ പ്രൗഢമായ പാരമ്പര്യവും സാംസ്കാരിക വൈവിധ്യവും നവീന മുന്നേറ്റങ്ങളും പ്രതിഫലിപ്പിക്കുന്ന നിശ്ചല ദൃശ്യങ്ങൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ ദേശീയ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കും. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യ തലസ്ഥാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കർഷകരും മത്സ്യത്തൊഴിലാളികളും ഉൾപ്പെടെയുള്ള പ്രത്യേക ക്ഷണിതാക്കളായി 400-ലധികം പേർ പങ്കെടുക്കും. വിശിഷ്ടാതിഥികൾക്ക് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ആതിഥ്യമരുളും. കേരളത്തിൽ നിന്നും വിവിധ മേഖലകളിലെ പ്രഗത്ഭരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേരാണ് ഇത്തവണ ന്യൂഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് 942 പേർക്ക് ധീരതയ്ക്കും വിശിഷ്ട സേവനത്തിനുമുള്ള പുരസ്കാരം. പോലീസ്, അഗ്നിശമന സേന, ഹോംഗാർഡ്, സിവിൽ ഡിഫൻസ്, കറക്ഷണൽ സർവീസസ് വിഭാഗങ്ങളിലുള്ളവർക്കാണ് അവാർഡ്. 95 പേർക്കാണ് ധീരതയ്ക്കുള്ള പുരസ്കാരം. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലിന് കേരളത്തിൽ നിന്നും ADGP P. വിജയൻ അർഹനായി. സ്തുത്യർക്ക സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലിന് സംസ്ഥാനത്ത് നിന്നും 10 പേർ അർഹരായി. ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവാണെന്നും ലോകത്തിലെ ഏറ്റവും പുരാതനമായ ജനാധിപത്യ സംവിധാനമാണ് ഇന്ത്യയുടേതെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. 15ാമത് ദേശീയ സമ്മതിദായക ദിനാഘോഷത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ചടങ്ങിനെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. സമ്മതിദാനാവകാശം ജനാധിപത്യ വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനമാണെന്ന് ശ്രീമതി മുർമു പറഞ്ഞു.
ദേശീയ സമ്മതിദായക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഇന്ത്യയുടെ ഊർജ്ജസ്വലമായ ജനാധിപത്യത്തെ ആഘോഷിക്കുന്നതിനും വോട്ടവകാശം കൃത്യമായി വിനിയോഗിക്കുന്നതിൽ പൌരന്മാരെ ശാക്തീകരിക്കുന്നതിനുമുള്ള അവസരമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ലോകത്തിലെ 31 തണ്ണീർത്തട അംഗീകൃത നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടി മധ്യപ്രദേശിലെ ഇൻഡോറും രാജസ്ഥാനിലെ ഉദയ്പൂരും. സമ്പദ്വ്യവസ്ഥയെയും പരിസ്ഥിതിയെയും സമന്വയിപ്പിച്ചു കൊണ്ടുപോകുക എന്ന കേന്ദ്ര സർക്കാരിന്റെ വീക്ഷണത്തിന്റെ സാക്ഷ്യമാണ് ഇതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. അന്തർദേശീയ പുരസ്കാരം ലഭിച്ച ഇൻഡോറിനെയും ഉദയ്പൂരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. രാജ്യത്തുടനീളം ഹരിതാഭമായതും വൃത്തിയുള്ളതുമായ നഗരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി പ്രവർത്തിക്കാൻ ഈ പുരസ്കാരം പ്രചോദനമേകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. വയനാട് മാനന്തവാടിയിൽ കടുവയുടെ ആക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ പ്രദേശവാസികളുടെ പ്രതിഷേധം തുടരുന്നു. വയനാട് ADM സമരക്കാരുമായി ചർച്ച നടത്തി. കടുവയെ കൊല്ലണമെന്നതാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. വിഷയത്തിൽ നാളെ മുഖ്യ വനപാലകർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന പ്രത്യേക യോഗം ചേരുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ നേരത്തെ അറിയിച്ചിരുന്നു. അതേസമയം കടുവയ്ക്കായുള്ള തിരച്ചിൽ വനം വകുപ്പ് ഊർജിതമാക്കി. കേരളത്തിൽ റേഷൻ വിതരണക്കാരുടെ സമരം അവസാനിപ്പിച്ചു. ഗോഡൌണിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ വാതിൽപ്പടിയിൽ എത്തിക്കുന്ന കരാറുകാരുടെ സമരമാണ് പിൻവലിച്ചത്. ഭക്ഷ്യമന്ത്രി GR അനിലുമായി നടത്തിയ ചർച്ചയിലാണ് സമരം ഒത്തുതീർപ്പായത്. റേഷൻ വിതരണക്കാരുടെ സമരം ഒത്തുതീർന്നെങ്കിലും തിങ്കളാഴ്ച മുതൽ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല കടയടപ്പ് സമരം പ്രഖ്യാപിച്ചതിനാൽ സ്റ്റോക്ക് എത്തിക്കുന്നതിൽ പ്രതിസന്ധി നേരിടാനാണ് സാധ്യത. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുടെ ഇന്ത്യ സന്ദർശനം തുടരുന്നു. സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിന് പ്രയോജനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടതായി പൂർവ്വ മേഖലയുടെ ചുമതല വഹിക്കുന്ന വിദേശകാര്യ സെക്രട്ടറി ജയ്ദീപ് മജുംദാർ പറഞ്ഞു. We are very fortunate that very early on in his tenure he is visiting India. In fact, Prime Minister also remarked that it is a very good sign that both at the start of the Prime Minister's third tenure and at the beginning of the President's tenure, we are having this visit, so it will give them both the chance to have an extended period through which to work on the relationship. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം അമേരിക്കയുടെ മാഡിസൺ കീസിന്. നിലവിലെ ചാമ്പ്യൻ അരീന സെബലങ്കയെ 6-3, 2-6, 7-5 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് കീസ് തന്റെ ആദ്യ ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയത്. പുരുഷ സിംഗിൾസ് കിരീട പോരാട്ടത്തിൽ ഇറ്റലിയുടെ ജാനിക് സിന്നർ നാളെ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇംഗ്ലണ്ട് ഭേദപ്പെട്ട നിലയിൽ. ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇംഗ്ലണ്ട് 12 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 94 റൺസ് നേടിയിട്ടുണ്ട്. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ജമ്മുകാശ്മീരിൽ എഞ്ചിനീയറിംഗ് മികവിന്റെയും ഗതാഗത ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെയും യാത്രയിൽ മറ്റൊരു നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യൻ റെയിൽവേ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽപാലമായ കശ്മീരിലെ ചെനാബ്, ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റെയ്ഡ് റെയിൽവേ പാലമായ അഞ്ചി ഘാത് എന്നിവയിലൂടെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കി. ഖത്രയിലെ മാതാ വൈഷ്ണോദേവി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബുദ്ഗാമിലേക്കുള്ള വൺ വേ ട്രയൽ റണ്ണാണ് വിജയകരമായി പൂർത്തിയാക്കിയത്. ഇത് ജമ്മുകാശ്മീരിനായി അവതരിപ്പിച്ച മൂന്നാമത്തെയും കശ്മീർ താഴ്വരയിൽ സേവനം നൽകുന്നതിനുള്ള ആദ്യത്തെയും വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. ഇസ്രായേൽ ഗസ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഗസയിൽ തടവിലാക്കപ്പെട്ട 4 വനിതാ ഇസ്രായേലി സൈനികരെ ഹമാസ് മോചിപ്പിച്ചു. ഗസ പാലസ്തീൻ സ്ക്വയറിൽ വെച്ച് റെഡ് ക്രോസ് ഉദ്യോഗസ്ഥർക്കാണ് സൈനികരെ കൈമാറിയത്. വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ശേഷം രണ്ടാമത്തെ കൈമാറ്റമാണിത്. 100 കണക്കിന് പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടയക്കുന്നതിന് പകരമായി ഹമാസ് 6 ആഴ്ചയ്ക്കുള്ളിലും 33 ബന്ദികളെ മോചിപ്പിക്കണമെന്നാണ് വെടിനിർത്തൽ കരാറിലെ നിബന്ധനകളിൽ പറയുന്നത്. ആഗോള വെല്ലുവിളികളെയും അനിശ്ചിതത്വത്തെയും നേരിടാൻ വർദ്ധിച്ച സഹകരണത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് ലോക സാമ്പത്തിക ഫോറത്തിന്റെ വാർഷിക യോഗം സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ സമാപിച്ചു. രാഷ്ട്രീയ, ഭൗമരാഷ്ട്രീയ, സാമ്പത്തിക തലങ്ങളിലെല്ലാം മാറ്റങ്ങളും അനിശ്ചിതത്വവും തുടരുന്ന സാഹചര്യത്തിലാണ് വാർഷിക പൊതുയോഗം നടന്നതെന്ന് ലോക സാമ്പത്തിക ഫോറം പ്രസിഡന്റ് ബോർജ് ബ്രണ്ടെ സമാപന പ്രസംഗത്തിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. 76ാമത് റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ത്യ ലോകത്തിന്റെ നേതൃനിരയിലേക്ക് ഉയർന്നതായി രാഷ്ട്രപതി. നാളെ 76ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാനൊരുങ്ങി രാജ്യം. കർത്തവ്യപഥിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ മുഖ്യാതിഥിയാകും. 400-ലധികം പ്രത്യേക ക്ഷണിതാക്കൾ. ദേശീയ സമ്മതിദായക ദിനം ആചരിച്ച് രാജ്യം. സമ്മതിദാന അവകാശം ജനാധിപത്യ വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനമെന്ന് രാഷ്ട്രപതി. വയനാട് മാനന്തവാടിയിൽ കടുവയുടെ ആക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം തുടരുന്നു. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം അമേരിക്കയുടെ മാഡിസൺ കീസിന്.
ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ചെന്നൈയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.